ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 30 വ്യാഴാഴ്ചയാണ്. അപ്പൊ നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ, ബാങ്ക് നിഫ്റ്റിയുടെ, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ഇത്ര ഇൻഡെക്സുകളുടെ മന്ത്ലി എക്സ്പയറി ഡേയും കൂടിയാണ്. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഓപ്ഷൻ ബയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാം ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞ ഇന്ത്യ വോളറ്റാലിറ്റി ഇൻഡെക്സ് അത് ഏറ്റവും ഹൈയിൽ നിൽക്കുകയാണ്. അതായത് 18.64 കൂടെ കാണാൻ പറ്റും, 18.64. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വിക്സ് ഇത്രയും കൂടി ഇത്ര ഹൈ ലെവൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മുകളിലോട്ടോ താഴോട്ടോ സപ്പോർട്ടുകളോ റെസിസ്റ്റൻസോ ഒന്നും റെസ്പെക്ട് ചെയ്യാറില്ല ചിലപ്പം മിക്കപ്പോഴും. അതായത് റെസിസ്റ്റൻസ് ലെവലുകൾ സപ്പോർട്ടുകൾ ഈസിലി ബ്രേക്ക് ഔട്ട് ചെയ്ത് രണ്ട് വശത്തോട്ടും വൈൽഡ് ആയിട്ട് സ്വിങ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോർമലി എടുക്കുന്ന സ്റ്റോപ്പ് ലോസുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലി എടുക്കുന്ന റിസ്ക് റിവാർഡ് ഒന്നും ഇവിടെ ചിലപ്പോൾ വർക്ക്ഔട്ട് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്വേഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നിപ്പോ ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോ മന്ത്ലി എക്സ്പയറി ആണ്. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് അവരുടെ പ്രീമിയംസ് സീറോ ആകുന്ന, ഫുള്ള് മെൽറ്റ് ആകുന്ന ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇന്ന് എക്സ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നെക്സ്റ്റ് വീക്കിലെ എക്സ്പയറി കോൺട്രാക്റ്റുകൾ ചൂസ് ചെയ്യുക ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന് മന്ത്ലി എക്സ്പയറി സൈഡ് വേസ് ആണെങ്കിൽ നമ്മുടെ പ്രീമിയം മെൽറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യങ്ങൾ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇന്ന് മന്ത്ലി എക്സ്പയറി ഒന്ന്, രണ്ടാമത്തേത് ഈ ശനിയാഴ്ച കേന്ദ്ര ബഡ്ജറ്റ് വരുന്നു, മൂന്ന് ഇന്ത്യ വിക്സ് 18.64. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഇന്നൊരു എൻട്രി എടുക്കുമ്പോൾ. കഴിവതും എന്റെ അഭിപ്രായത്തില് ഇന്നിപ്പോ വ്യാഴം വെള്ളി, ഇപ്പം ശനിയാഴ്ച കേന്ദ്ര ബഡ്ജറ്റ്, അപ്പൊ ശനിയാഴ്ച കേന്ദ്ര ബഡ്ജറ്റിന് മുന്നേ 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട്. ഈ 2 ദിവസങ്ങൾ ഇന്ന് വ്യാഴം വെള്ളി, ഇന്ന് നാളെയും ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ഭയങ്കര ഇന്ന് പക്ഷെ നിങ്ങൾ ട്രേഡ് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുക. അതുകൂടാതെ ഇന്ന് ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ നോർമലി എടുക്കുന്ന പൊസിഷൻ സൈസ് ഒക്കെ കുറച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് എക്സ്ട്രീമിലി കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വൈൽഡ് സ്വിങ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ഡേ ഹൈയുടെ തൊട്ട്, ഇന്നലത്തെ ഡേ ഹൈ തന്നെയാണ് അതിന്റെ നിഫ്റ്റിയുടെ ക്ലോസിംഗ്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റി ഇന്നലെ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റിയുടെ ജനുവരി 28 ആ ഒരു ഹ്യൂജ് സെല്ലിംഗ് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് നിഫ്റ്റി ഇന്നലെ ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാല്, ബാങ്ക് നിഫ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും ഡേ ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഏകദേശം ഈക്വൽ ആണ്. പക്ഷെ എന്നാൽ നിങ്ങൾ നോക്കിക്കേ, അതായത് ബാങ്ക് നിഫ്റ്റി അതിന്റെ ജനുവരി 28 ഈ ഒരു സെല്ലിംഗ് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യാതൊരു കാരണവശാലും ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കാതെ നിങ്ങൾ യാതൊരു കാരണവശാലും നിഫ്റ്റിയിൽ പൊസിഷൻസ് എടുക്കരുത്. ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം, അല്ല, നിഫ്റ്റി ചിലപ്പോൾ ഇന്നിപ്പോ പി ഡി എച്ചിന് മുകളിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇന്നിപ്പം ഈ ഒരു പി ഡി എച്ചിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള മൂവ്മെന്റിനെ ശരിക്കും പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും നിഫ്റ്റി പി ഡി എച്ചിന് മുകളിൽ ഓപ്പൺ ചെയ്തല്ലോ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മുകളിലോട്ട് പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ബാങ്ക് നിഫ്റ്റി ഇന്ന് പി ഡി എച്ചിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ മൂവ്മെന്റ് കോൾ ഓപ്ഷൻ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഒരു പ്രീമിയത്തിൽ ഒരു ഇൻക്രീസ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൂടാതെ നമ്മളിപ്പോ ഇപ്പം 8:38, അപ്പം ഇത് കൂടാതെ നമ്മളിപ്പോ നിഫ്റ്റിയുടെ നമുക്കിപ്പം ഇത് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവൽ നമുക്ക് നോക്കാം. ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഈ ഒരു സമയത്ത് ട്രേഡ് ചെയ്യുന്നത് 23,154 നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,163. അപ്പൊ നിങ്ങൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ആ സമയത്ത് നിങ്ങളുടെ ലെവലുകൾ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ലെവലിനെ പറ്റി ഏകദേശം ഐഡിയ കിട്ടും. അപ്പം ഇപ്പൊ നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ നിഫ്റ്റിയുടെ ചാർട്ടാണിത്. അപ്പൊ നിഫ്റ്റിയിൽ 23,150 എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഒരു ഈ ലെവലായിട്ട് വരും. 23,155 നിഫ്റ്റിയുടെ ഈ ലെവലാണ്. അതിനർത്ഥം നിഫ്റ്റി ഇന്നിപ്പം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ പി ഡി എച്ചിന് താഴെയാണെന്ന് അതിനർത്ഥം. അതായത് പി ഡി എച്ചിന് താഴെയും ഈ പ്രീവിയസ് എൻക്ലോയ്ക്ക് ഇടയ്ക്കുമായിട്ടാണ് നിഫ്റ്റി ഇന്നിപ്പം ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
ഈ ഒരു റേഞ്ച് ഇപ്പൊ നിങ്ങൾ അറിയാൻ പറ്റും, നിങ്ങൾ നോക്കിയ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഒരു 12:30 തൊട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ നിഫ്റ്റി ഇന്നലെ ഈ ഒരു റേഞ്ചിനകത്ത് പെട്ടുപോയി. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതും ഈ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നമ്മുടെ പ്രീമിയം മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ലെവലാണ്. അതായത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇന്നിപ്പോ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കത്തില്ല സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ ചാടിക്കയറി ഒരു പൊസിഷൻസ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ, അത് മുകളിലോട്ടോ താഴോട്ടോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ഒരു ചാടിക്കയറി പൊസിഷൻസ് ഇന്നിപ്പം ബ്രേക്ക് ഔട്ട് ചെയ്യുമായിരിക്കും, പേടിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ എടുക്കരുത്. അതുകൂടാതെ ഈ ഒരു നിഫ്റ്റി ഇപ്പൊ ഇന്നിപ്പോ ഒരു ഈ ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പ്രീവിയസ് സിംഗിളോ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോങ് ലോവർ വീക്ക് ഇതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആയിരിക്കും. ഇത് ഫസ്റ്റ് സപ്പോർട്ട് ആയിരിക്കും ഈ ഒരു ലെവല്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പി ഡി എൽ വരെ പോകുള്ളൂ. കാരണം പി ഡി എൽ ഇന്നും ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കും. കാരണം ഇന്നലെ ഈ ഒരു ലെവലില് 1, 2 രണ്ട് തവണ ഈ ഒരു സെയിം ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറിപ്പോയത്. അതുകൊണ്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ പി ഡി എൽ വരെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ആദ്യത്തെ സപ്പോർട്ട് ഇതുണ്ട്. ഞാൻ ജസ്റ്റ് അതോടെ മാർക്ക് ചെയ്യാം. ഇതാണ് ആദ്യത്തെ സപ്പോർട്ട്. താഴോട്ട് വരുവാണെങ്കിൽ അപ്പം അതുകൊണ്ട് ചിലപ്പം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ചിലപ്പോൾ താഴോട്ട് വരണമെന്നില്ല ചിലപ്പം. അതുകൊണ്ട് നിങ്ങളിപ്പോ ഇവിടെ പുട്ട് ഓപ്ഷൻ മേടിച്ചെങ്കിലും നിങ്ങൾക്ക് പ്രീമിയത്തിൽ വലിയൊരു ഒരു 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 സ്പൈക്ക് ചിലപ്പോൾ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇൻ കേസ് മാർക്കറ്റ് ഇവിടെയെങ്ങാനാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ പി ഡി എല്ലിന് അവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങളൊന്ന് നോക്കുക. മാർക്കറ്റിൽ ആ സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിഫ്റ്റിയിൽ പൊസിഷൻസ് എടുക്കുക. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ പൊസിഷൻസ് എടുക്കുന്ന ആൾക്കാർ ജസ്റ്റ് അതിന് മുന്നേ തന്നെ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയിട്ട് എടുക്കാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവല് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അതായത് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ഹഡിൽ കിടപ്പുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ നിഫ്റ്റിയിൽ ചാടി കയറി നിഫ്റ്റിയുടെ പീഡിച്ച് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ചാടി കയറി നിങ്ങൾ എൻട്രി എടുക്കരുത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവല് ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിൽ പൊസിഷൻസ് കോൾ ഓപ്ഷൻ എടുക്കാവുള്ളൂ. അതുകൂടാതെ ഈ ഒരു ഇന്ന് എക്സ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ നിങ്ങൾ കഴിവതും നിഫ്റ്റിയിൽ എടുക്കാതിരിക്കുക. നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ് ഏറ്റവും സേഫ്. കാരണം ഇന്നിപ്പം മന്ത്ലി എക്സ്പയറി ആണ്. മറ്റേ യൂണിയൻ ബഡ്ജറ്റ് ശനിയാഴ്ച വരുന്നു. അതുകൂടാതെ നമ്മുടെ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് 18.64 നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇത്രയും വോളറ്റിലിറ്റി ഉള്ളപ്പോഴത്തേനും ഈ നമ്മുടെ നോർമലി നമ്മൾ പറയുന്ന സപ്പോർട്ട് ലെവലുകൾ, റെസിസ്റ്റൻസ് ലെവലുകളൊന്നും ചിലപ്പം ഇവിടെ റെസ്പെക്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ ഈസിലി ഹിറ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പൊസിഷൻ സൈസ് തീരെ നിങ്ങൾ നോർമലി എടുക്കുന്ന പൊസിഷൻ സൈസിൽ നിന്നും വളരെ കുറച്ച് മാത്രമേ, പകുതിയെങ്കിലും മാർക്കറ്റ് കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കഴിവതും ഇന്നും നാളെയും ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത്രയും വോളറ്റിലിറ്റി ഉള്ളപ്പോഴത്തേനും മാർക്കറ്റ് മൈൽഡായിട്ട് സ്വിംഗ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ജാഗ്രതയോടുകൂടി മാത്രം ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്.